നിൽക്കാൻ സാധിക്കില്ലെന്ന് എല്ലാ ആളുകളും ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചും എഴുതിയും പ്രസ്താവിച്ചും പ്രസംഗിച്ചും ഈ ലോകത്തെ ജനങ്ങൾക്ക് പരിചയപ്പെട്ടതാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, 65 വർഷം കഴിഞ്ഞപ്പോഴും നാം ജീവിക്കുന്നു ഇവിടെ മതപരമായ ഐക്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട്, സാമുദായിക ഐക്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട്, ഭാഷാപരമായ ഐക്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട്, സാംസ്കാരികമായ ഐക്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങളും അതുപോലെ തനിമയോടെ നിലനിർത്തി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ സൃഷ്ടി ലോകത്തിന്റെ ഭൂപടത്തിൽ ഇന്ത്യ മാത്രം മറ്റൊരു രാജ്യമില്ല എന്ന് നാം ഓർക്കണം. എന്തുകൊണ്ടാണ്? കാന്തപുരം ഉസ്താദ് ഉയർത്തിയിരിക്കുന്ന മാനവികതയുണ്ടല്ലോ, ആ മാനവികതയ്ക്ക് രാഷ്ട്രം നൽകുന്ന വിലയാണ്. ആ മാനവികതയെ നെഞ്ചിലെത്തുന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. ആ മാനവികതയെ കെട്ടിപ്പടരുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. ഇവിടെ മതങ്ങൾ പോരടിക്കാനുള്ളതല്ല, ഇവിടെ മതങ്ങൾ അറിയാനും അറിയിക്കാനുമുള്ളതാണ് മതങ്ങൾ. വ്യത്യസ്തമായ മതങ്ങൾ യോജിക്കുന്നിടത്ത് തർക്കിക്കാനും വാദിക്കാനും ജയിക്കാനുമല്ല ഇന്ത്യ രാജ്യത്തെ മതങ്ങൾ ഇതുവരെ പരിശ്രമിച്ചത്. മറിച്ച് എന്നെ അറിയിക്കാൻ എനിക്കറിയാം, അതാണ് മതം. ആ മതത്തോട് കാണിക്കുന്ന ഉദാത്തമായ വികാരങ്ങളും മൂല്യാധിഷ്ഠിതമായ ബഹുമാനവുമാണ് ഇന്ത്യ രാജ്യത്തെ ഇതുപോലെ ഒരുമിച്ച് നിർത്താൻ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന ഈ മാനവികതയുടെ യാത്രയിൽ എന്നെയും KC ജോസഫിനെയും ഭാസ്കരൻ മാഷയും ജയരാജനെയും എത്തിക്കാൻ ഞങ്ങൾക്കുണ്ടായ വികാരം ആ മാനവികതയാണ്, ആ മാനുഷികമായ മൂല്യമാണ്, ആ സംസ്കാരമാണ്. ആ സംസ്കാരത്തെ ജീവിപ്പിക്കാൻ, ആ സംസ്കാരത്തെ ഉയർത്തിക്കാണിക്കാൻ ബഹുമാനായ കാന്തപുരം നടത്തുന്ന ഈ കേരള യാത്രയ്ക്ക് എന്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഈ യാത്രയ്ക്ക് ഞാൻ എന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, എന്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. എന്നും കാന്തപുരത്തിന്റെ മുദ്രാവാക്യത്തോടൊപ്പം, ഈ മാനവികത ഉയർത്തുന്ന കാന്തപുരത്തിന്റെ മുദ്രാവാക്യത്തോടൊപ്പം മാനവികത പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ജനകോടികൾ ഒറ്റക്കെട്ടായി ഈ മുദ്രാവാക്യത്തിന്റെ പിറകിലുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഭാവുകൾ നേരുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ്.